അപ്പോൾ നമുക്ക് ഇന്നത് നിലമ്പൂര് ഒരു കയറി താമസത്തിന് പോയാലോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുടെ കയറി താമസമാണ് അവിടെ. അപ്പോൾ അത് രാവിലെ തന്നെ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇവിടെ പട്ടിഷോ ഇടാണല്ലോ. അങ്ങനെ രാവിലെ തന്നെ 1 മണിക്ക് ഇറങ്ങി നമുക്ക് ട്രെയിൻ എന്ന് പറഞ്ഞാൽ 1:15 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കേട്ടോ. അപ്പോൾ അത് വന്നപ്പോൾ ഇത് അയ്യപ്പന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാട്ടോ. ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ വരുമാനം ശബരിമലയിൽ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് പോലും ഇവരുടെ ഒരു കാര്യത്തിൽ വരുന്നത് ഇങ്ങനെ തീരുമാനം എടുത്തത്. അതായത് ഞാൻ നമ്മുടെ ATM മെഷീനിൽ വന്നപ്പോൾ ഇത് രണ്ടും കേടാട്ടോ. ഈ സാധനം രണ്ടും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ക്യൂടെ നിൽക്കത്തില്ലല്ലോ. പിന്നെ ഒന്ന് നോക്കി ഉള്ള ക്യൂവിൽ കൊത്തി കയറി നിന്നപ്പോഴാണ് വേറെ കാര്യം ശ്രദ്ധിച്ചത്. ഇപ്പോൾ Google Pay ഉണ്ട് കേട്ടോ ഇന്ത്യൻ റെയിൽവേ. കുറച്ച് നാൾ മുന്നേ ഞാൻ നല്ല രീതിയിൽ ആഗ്രഹിച്ച ഒരു അപ്ഡേഷൻ ആയിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ കാര്യത്തിൽ. അതെന്തെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി ഇരുന്നപ്പോൾ ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. രാത്രി ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ചെന്നിരുന്നവിടെ തന്നെ ഞാൻ നല്ലൊരു ഉറക്കത്തിലേക്കും കയറിയേ. ഉറക്കം എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. ട്രെയിനിൻ്റെ പരിസരത്തും ട്രെയിനിൻ്റെ ബോഗിയിലൊന്നും ഒരു മനുഷ്യരെ കാണാനില്ലേ. ഞാൻ ചെന്ന് നിലമ്പൂർ എത്തിക്കാണെന്ന് വിചാരിച്ചേ. എന്നാൽ പിന്നെ എന്തായാലും വേർസ്മെൻ ട്രെയിലൊന്ന് കൺഫേം ആക്കിയേക്കാന്ന് വിചാരിച്ചു. ഇവിടെ ബോർഡൊന്നും കാണുന്നില്ലായിരുന്നു. വേർസ്മെൻ ട്രെയിൽ കയറിയിട്ട് ഞാൻ നിലമ്പൂർ ആണെന്ന് കൺഫേം ആക്കാൻ വേണ്ടി നോക്കി. വാണിയമ്പലം കഴിഞ്ഞിട്ടേ ഉള്ളേ. പക്ഷേ ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ട്രെയിൻ ഇതിനകത്താണ് ഇവിടെ ഏതൊരു സ്റ്റേഷനിൽ നിൽക്കുന്ന പോലെ കാണിക്കുന്നത്. എന്തോ ഒരു പന്തികേട് ഞാൻ പുറത്തിറങ്ങിയെന്നോ കാഴ്ച കണ്ടപ്പോൾ ഇനി ഞാൻ ഇന്നലെ കയറി ട്രെയിൻ മാറിപ്പോയായിരുന്നു. തിരുവനന്തപുരം ട്രെയിനാണ് ഞാൻ കയറിപ്പോയി നിലമ്പൂർ കയറേണ്ടതിന് പകരം. പിന്നെ അവിടെ നിന്ന് ഒന്നും നോക്കിയില്ല, തിരിച്ചു അതേപോലെ തന്നെ അതേ സ്പീഡിൽ തിരിച്ച് എറണാകുളത്തേക്ക് എത്തി കേട്ടോ. അങ്ങനെ വീണ്ടും എറണാകുളം ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഉള്ള സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മണിയൊക്കെ ആവാനായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു മൈൻഡൊന്ന് മാറി. കാരണം പറഞ്ഞാൽ ഇനി പോയിട്ട് കാര്യമുണ്ടായി. എന്നാലും മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ ഷൊർണൂർ ജംഗ്ഷൻ എത്തിക്കാനും. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ നിലമ്പൂരിൽ നേരെ ഒരു പോത്തുകല്ല് വണ്ടിയും കയറിയിട്ട് കണ്ടപ്പോൾ ഒരു കാഴ്ചയാണ്. ഇവന്മാരെല്ലാം കൂടി ഈ കാട് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ പിള്ളേർ ഈ കാട് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പിള്ളേർ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 5 മണി 5:10 ആയപ്പോഴേക്കും നമ്മളെ ഓട്ടോറിക്ഷ കയറി നേരെ കയറി താമസം വീട്ടിലേക്ക് കയറി ചെന്ന അവിടെ തന്നെ അമ്മ എനിക്ക് മുഖം തരാണ് ഒറ്റ പോക്കങ്ങ് പോയേ. കാരണം മുഖത്തുണ്ട് ഞാൻ നേരം വൈകി വന്നതിൻ്റെ ഒരു അല്ലുമോൾക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഒരു മടിയുവേ. ചിഞ്ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് നാളെ വേറെ ഒറ്റ തിരിച്ചില്ല കേട്ടോ. ഈ സോഫേൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാന്ന് അറിയത്തില്ല, ഒരു രസം. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇതാണ് നമ്മുടെ സ്വന്തം സന്തോഷളയും അമ്പിളി ചേച്ചി അക്കു. ഞാൻ ചെന്ന സമയം ചായ സമയമാണ്. ഞാൻ ചെന്ന അവിടെ തന്നെ ഒരു അരിവണ്ട പേർക്ക് വായിലിട്ട് കേട്ടോ. കോലപ്പത്തിൻ്റെ ഏകദേശം കോലൊക്കെ പൊട്ടിയിരിക്കുക. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ നേരെ പോയിട്ട് ആദ്യത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആവശ്യത്തിന് വലിപ്പമുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കറക്റ്റ് ഓർഡർ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാത്റൂമിൻ്റെ കാര്യം പറയാനാണെങ്കിലും കൊള്ളാം. നമ്മൾ ആദ്യം നോക്കുന്നത് അതായിരിക്കും. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല അവകാശവാദമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവളുടെ റൂമാണെന്നാണ് അവൾ പറയുന്നത്. ഇതന്നെ അടുത്ത റൂമിലേക്ക് അവിടെ ചെന്നപ്പോൾ ഈ റൂം മറ്റേ റൂമിൽ കളിച്ചും കൂടെ സ്പേസ് കൂടുതലുള്ള പോലെ തോന്നി കേട്ടോ. പക്ഷേ ഡോറിൻ്റെ വർക്കും ഏകദേശം ഒരു കോമൺ പാറ്റേൺ ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെയും കൊള്ളാം. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ടൈൽ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം കൊണ്ട് എനിക്ക് മുഖം തരാണ്ട് നടക്കുന്ന കാഴ്ച കേട്ടോ അത്. അപ്പോൾ അവരുടെ മെയിൻ ഹാൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. എനിക്ക് ആ സോഫയുടെ കളറും ആ ഒരു കോമ്പറ്റീഷനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളേച്ച് ആരോടോ കാര്യമായിട്ട് തള്ളിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുത്ത് വന്നേക്കുന്നത്. എന്നോട് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞാണ്. അമ്മയുടെ 2 ചേച്ചിമാരും എൻ്റെ പെങ്ങളും കേട്ടോ അപ്പുറത്തിരിക്കുന്നത്. സെലോമി വന്നവിടെ സ്നാപ്പ്രകടനമാണ്. ഇതിൻ്റെ ഇന്ത്യയിലിനെ പറ്റിയൊന്നും എനിക്ക് അധികാരമായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറയാൻ കൊള്ളാം. ഇതിൻ്റെ ടൈല് കൊള്ളാം. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം തന്നെ എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. ഈ നമുക്ക് അടുക്കളയിലെ കാഴ്ചകളാണ്. അമ്പിളി ചേച്ചി ഒരു തിരക്കിലെങ്കിലും ഭയങ്കര തിരക്കുള്ള അഭിനയിക്കുന്ന കാഴ്ചയാണ് ഈ ചിഞ്ചേച്ചി അമ്പിളി ചേച്ചിനെ സഹായിക്കാനെന്ന് മാത്രമാണ് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വർക്ക് ഏരിയ ചെന്നപ്പോൾ എൻ്റെ അമ്മ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വന്ന മെയിൻ ഉദ്ദേശത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. നെയ്ച്ചോറാണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. വൈകുന്നേരത്തല്ല കയറി താമസം ഫുഡ് നെയ്ച്ചോറും കടായി ചിക്കനാണ്. കടായി ചിക്കൻ എത്തിയിട്ടുള്ള അങ്ങനെ കടായി ചിക്കനും എത്തി. കൊള്ളാം കേട്ടോ. നല്ല വിശപ്പുള്ളതുകൊണ്ട് എന്നാന്ന് അറിയത്തില്ല, ഒരു പ്രത്യേകതരം ടേസ്റ്റ് എനിക്ക് ആ ഫുഡിന് ഫീൽ ചെയ്തു. ആദ്യം കൊണ്ട് എനിക്ക് അമ്മയ്ക്ക് തരാനാണ്. ഇത് എത്രാമത്താണോ നിങ്ങൾക്കെല്ലാം കമ്പനി കൊടുക്കാൻ വേണ്ടി വന്നെ ഇരിക്കുന്നത് എനിക്ക്. ഫുഡ് അടി കഴിഞ്ഞ് വീണ്ടും ഹാളിൽ കയറിയപ്പോൾ അടി കാഴ്ചയാണ്. കൊള്ളാം ഈ ഒരു സിസ്റ്റം. കാരണം നമുക്ക് മെയിൻ ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാലും ടി വി കാണാൻ പറ്റും. നമുക്ക് ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാലും ടി വി കാണാൻ പറ്റും. കൊള്ളാം. അവർ അറേഞ്ച്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുക്കളയിൽ എല്ലാവരും കൂടെ എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നപ്പോഴാണ് കേട്ടോ. എന്തൊക്കെയോ 68,000 70,000 കണക്ക് പറയുന്നുണ്ട്. ചുമ്മാണ്ടാണ് ആളെയും ചിക്കൻ പുറത്ത് നോക്കിയിട്ട് കാണാണ്ടിരുന്നത്. സാധനം പൊടിഞ്ഞോട്ട് എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാം. ആരോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്. ഇവർക്ക് വേറൊരു ടോപ്പിക്കും കിട്ടാണ്ടോ. ഫ്രിഡ്ജിനെ പറ്റിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടേ.
വീഡിയോ എടുക്കുന്നതിനുള്ള അമ്മ ചെറിയൊരു ഭീഷണിയായിട്ടും വന്നാണ്. അമ്മ പുതിയ പല്ല് വെച്ചിട്ടുണ്ടേ, ചിരിക്കാൻ കൊണ്ട് ചിരിക്കുന്നില്ല. വന്നല്ലെന്ന് ഇതിട്ട് എല്ലാവരും കൂടി ഞാനൊരു സെൽഫി വീഡിയോയും എടുത്തേ. ഞാൻ നിങ്ങളെ വയസ്സത്തോളം കൊടുത്തില്ല എന്നെ കേട്ടത്. എല്ലാരും കൂടെ ഒരുമിച്ച് കയറാൻ പോകുന്നത്. അമ്മയുടെ രണ്ടാമത് ചേച്ചിട്ടോ പാതറമ്പി എന്ന് പറയും. പാതറമ്പി ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കുന്ന ആട്ടോ. പക്ഷെ വേറെ ആരും കിട്ടിയില്ല. അവസാനം ഞാൻ പാതറമ്പിനെ വെച്ചൊരു ഫോട്ടോ എടുത്തു. ഇവർ 3 പേരും എത്തിയപ്പോഴേക്കും പാതറമ്പിയും പോയി കേട്ടോ. പിന്നെ അവസാനം അവരെ 3 പേരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഞാനൊരു സെൽഫി വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞാൽ അങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല. ഏകദേശം അതിൻ്റെ ഫിനിഷ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങുവാണ് ഗൈസ്, എല്ലാം പറഞ്ഞ പോലെ.